കാരണം അക്കൗണ്ടിങ് സംവിധാനത്തിന് മറികടക്കുന്ന സംഭവമാണ്. കാരണം നമ്മൾ ബില്ല് എപ്പോഴും അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ടല്ലോ. ഒരു ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അക്കൗണ്ടിലേക്ക് അയക്കണം. അത് കോടികളുടെ തിരിമറിയാണ് അതിനകത്ത് നടന്നിരിക്കുന്നത്. സെയിൽസ് ടീമിന് അങ്ങനെ ഒരു അധികാരം കൊടുക്കാൻ പാടില്ല. അതുപോലെ അങ്ങനെ സെയിൽസ് ടീമിനോട് വരുന്ന ഇത് പ്രോസസ്സ് ചെയ്യാനും പാടില്ല. പക്ഷെ അത് ഇപ്പോഴും അവർ അത് തന്നെയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. വലിയൊരു കുടിശ്ശികയുണ്ട്, 2.38 കോടിയുടെ കുടിശ്ശിക ഫീസായിട്ടുണ്ട്. പക്ഷെ അത് ഇതുവരെ അവർ ക്ലിയർ ചെയ്യാനുള്ള സന്നദ്ധത അവർ കാണിച്ചിട്ടില്ല മുഴുവനായിട്ട്. പലരും GST അടക്കുന്നത്, ചിലരൊക്കെ GST അടക്കുന്നത് ഇത് കിട്ടിയതിന് ശേഷമാണ്. അപ്പോൾ ഫീസ് കിട്ടാതിരുന്നാൽ തീർച്ചയായിട്ടും GSTയുമായിട്ടും വരുമാനം സർക്കാർ നഷ്ടമായിരിക്കും. അപ്പോൾ ഇത് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്, പക്ഷെ അത് ചെയ്യുന്നില്ല. നമസ്കാരം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വാല്യുവേഷൻ നടപടികളിൽ ഗുരുതരമായ നിയമലംഘനങ്ങൾ നടക്കുന്നു എന്നുള്ള ആരോപണവും പരാതിയുമാണ് നിലവിലിപ്പോൾ ഉയർന്നു വരുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് ടെക്നിക്കൽ വാല്യുവേഴ്സ് അസോസിയേഷൻ നിലവിലിപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അവർ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ അസോസിയേഷൻ്റെ ഭാരവാഹികൾ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. ആവശ്യങ്ങളെന്ന് പറഞ്ഞാൽ മെയിൻലി സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, സോഫ്റ്റ്വെയറുകൾ മാത്രം വാല്യുവേഷൻ അലോക്കേറ്റ് ചെയ്യുക. ഇപ്പോഴങ്ങനെയല്ല ചെയ്യുന്നത്. സോഫ്റ്റ്വെയറിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് വാട്സാപ്പിലും മെയിലിലൂടെയൊക്കെയാണ് അയക്കുന്നത്. സോഫ്റ്റ്വെയറുകൾ മാത്രമേ വാല്യുവേഷൻ അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വാല്യുവേഷൻ ഫീസ് 15 ദിവസത്തിനുള്ളിൽ കൃത്യമായി തന്നിരിക്കണം. അതുപോലെ അത് സോഫ്റ്റ്വെയറുടെ മാത്രം അത് അലോക്കേറ്റ് ചെയ്യാനും, അതായത് സോഫ്റ്റ്വെയറുടെ മാത്രം ബില്ല് സബ്മിറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇപ്പോൾ അതില്ല. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഉള്ളത് ബില്ല് അവോയ്ഡ് ചെയ്തിട്ടാണ്. അപ്പോൾ സോഫ്റ്റ്വെയറുടെ ബില്ല് അതിനകത്ത് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് ബില്ല് പെൻഡിങ് വരില്ല. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്, ബില്ല് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് അക്കൗണ്ടിൽ അവർ കയറ്റുന്നില്ല. അത് ഡയറക്റ്റ് കസ്റ്റമർ എടുക്കുന്ന ഡെബിറ്റ് ചെയ്ത് നമുക്ക് ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏറ്റവും വലിയ ഗുരുതരമായ ലംഘനമാണ്. കാരണം അക്കൗണ്ടിങ് സംവിധാനത്തിന് മറികടക്കുന്ന സംഭവമാണ്. കാരണം നമ്മൾ ബില്ല് എപ്പോഴും അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ടല്ലോ. ഒരു ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അക്കൗണ്ടിലേക്ക് അയക്കണം. അത് കോടികളുടെ തിരിമറിയാണ് അതിനകത്ത് നടന്നിരിക്കുന്നത്. പിന്നെയുള്ളതാണ് എസ്റ്റിമേറ്റിങ്ങിൻ്റെ വെറ്റിംഗ് ഫീ നമുക്ക് തരുന്നില്ല. എസ്റ്റിമേറ്റിംഗ് വെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു സാങ്കേതികമായിട്ടുള്ള ഒരു വൈദഗ്ധ്യം ആവശ്യമുള്ളൊരു ജോലിയാണ്. കാരണം ക്വാളിഫിക്കേഷൻ BTech സിവിൽ എഞ്ചിനീയർ ഉള്ളവർക്ക് പറ്റൂ. രണ്ടാമത്തെ കാര്യം, അതിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അത് സാധ്യമാവും. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ ഈ സേവനം അവർ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുകയാണ്. കോടികളുടെ ബിസിനസ് അല്ലേ അവർ നടത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ചെറിയ സേവനങ്ങൾക്ക് പോലും SMS ചെയ്യാൻ പോലും അവർ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ആവശ്യം ഒരു നിരാകരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫീസ് 2019 അവസാനമായിട്ട് അവർ പരിഷ്കരിച്ചത്. അത് 3000 ഇത് നമ്മളിപ്പോൾ മിനിമം 4000 വേണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. കാരണം 2019 ശേഷം DA തന്നെ 60% കൂടി. അതുപോലെ തന്നെ പ്രൈസ് ഇൻഡെക്സ് 60 പോയിൻറ്റോടും കൂടി. ഏറ്റവും കൂടുതൽ പ്രൈസ് ഇൻഡെക്സിൻ്റെ ഇൻക്രീസ് ഉള്ളത് നാഷണൽ ആവറേജിനേക്കാളും 7-8 പോയിൻറ്റ് നമ്മൾ കേരളത്തിലാണ് കൂടുതൽ. അപ്പം നാച്ചുറലി അത് ഇൻക്രീസ് ചെയ്യാനുള്ള സമയമൊക്കെ കഴിഞ്ഞു. ഏകദേശം ഇരട്ടിയാണ് ആക്ച്വലി ഇത് പ്രകാരം വേണ്ടത്. പക്ഷേ നമ്മൾ 3000 വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ അതുവരെ അവർ അംഗീകരിച്ചിട്ടില്ല. അതുപോലെ വാല്യുവേഷൻ അലോക്കേറ്റ് ചെയ്യുന്ന സിസ്റ്റം കംപ്ലീറ്റ്ലി സോഫ്റ്റ്വെയറോടെ ആവണം എന്നുള്ളത് തന്നെ നമ്മൾ ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുവരെ ശരിക്കും നടപ്പിലാവുന്നില്ല. അതുപോലെ തന്നെ ഈ വാല്യുവേഷൻ അലോക്കേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ സെയിൽസ് ടീമാണ്. സെയിൽസിന് യാതൊരു ഇതിലും പങ്കുമില്ല. ശരിക്കും സെയിൽസ് ടീം ഇതിനകത്ത് ഇടപെടാനേ പാടില്ല. പക്ഷേ കംപ്ലീറ്റ് ഇപ്പോഴത്തെ വാല്യുവേഷൻ കൺട്രോൾ ചെയ്യുന്നത് സെയിൽസ് ടാർഗറ്റിന് അനുസരിച്ചിട്ടാണ്. കാരണം അവരുടെ സെയിൽസ് സപ്പോസ് അവർ 10 കോടിയാണ് ഒരു യൂണിറ്റിൻ്റെ ടാർഗറ്റിങ്, ഒരു മന്ത്ലി ടാർഗറ്റെങ്കിൽ ആ 10 കോടി എങ്ങനെ അച്ചീവ് ചെയ്യണമെന്ന് അവർ ആലോചിക്കും സെയിൽസ് ടീമിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം ക്രെഡിറ്റ് ടീമാണ് ശരിക്കും വാല്യുവേഷൻ അലോക്കേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോഴും അവർ സെയിൽസ് ടീമിനാണ് അവരുടെ ഡോമിനൻസ്. അവരാണ് ഇത് മാക്സിമം അവർ ചെയ്യുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം, അത് നിർത്തലാക്കണമെന്ന് പറഞ്ഞാണ്. അപ്പോൾ അവരതിനെ പരിഹാരമായി പറഞ്ഞത് നിങ്ങൾ വാല്യുവേഴ്സ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ലെന്നാണ്. പക്ഷേ വാല്യുവേഴ്സ് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന് വെച്ചാൽ അസോസിയേഷൻ ഇല്ലാത്തവരും ഉണ്ടാവും, ഉള്ളവരും എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ അവർ അത് ശരിക്കും അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. സെയിൽസ് ടീമിന് അങ്ങനെ ഒരു അധികാരം കൊടുക്കാൻ പാടില്ല. അതുപോലെ അങ്ങനെ സെയിൽസ് ടീമിനോട് വരുന്ന ഇത് പ്രോസസ്സ് ചെയ്യാനും പാടില്ല. പക്ഷെ അത് ഇപ്പോഴും അവർ അത് തന്നെയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. സെയിൽസ് ടീമിനാണ് അവരുടെ പ്രാമുഖ്യമായിട്ടുള്ളത്. പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുടിശ്ശിക. വലിയൊരു കുടിശ്ശികയുണ്ട്, 2.38 കോടിയുടെ കുടിശ്ശിക ഫീസായിട്ടുണ്ട്. പക്ഷെ അത് ഇതുവരെ അവർ ക്ലിയർ ചെയ്യാനുള്ള സന്നദ്ധത അവർ കാണിച്ചിട്ടില്ല മുഴുവനായിട്ട്. എത്രയുണ്ട്? 2.38 കോടിയുടെ കുടിശ്ശിക കൊടുത്തത് 19/11/25 അത് 20/1/26 അവർ ക്ലിയർ ചെയ്യുമെന്ന് പറഞ്ഞാണ് അതിന് മുന്നേ. പക്ഷേ 7 മാസമായിട്ടും അതിൻ്റെ യാതൊരു വിവരവുമില്ല. എത്ര ക്ലിയർ ചെയ്തു എന്നുള്ളൊരു ഐഡിയ ഇല്ല. പിന്നുള്ളത് പരാതി പരിഹാര സെല്ലാണ്. പരാതി ഇപ്പോൾ നമ്മൾ പോകണമെങ്കിൽ നേരിട്ട് സെൻട്രൽ ഓഫീസിൽ പോകുന്ന ഒരിക്കലും പ്രായോഗികമല്ല. അപ്പോൾ അതിനൊരു പരിഹാര സെല്ല് സെൻട്രൽ കേരളത്തിൽ മാത്രമായിട്ട് ഒന്ന് വേണം. ഇപ്പോഴും അവർ പറഞ്ഞത് ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലും പോയിട്ട് ഇത് പരിഹാരം കാണണമെന്നാണ്. അത് ഒരിക്കലും പ്രായോഗിക നടപടിയില്ല. കാരണം ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് ഓരോ തരം സിസ്റ്റം ആയിരിക്കും, ഓരോ തരം ആൾക്കാരായിരിക്കും. അപ്പോൾ ഒരു സെൻട്രലൈസ്ഡ് കേരളത്തിന് മാത്രമായിട്ട് സെൻട്രലൈസ്ഡ് ഒരു സിസ്റ്റം വേണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ അത് നടപ്പിലായിട്ടില്ല. പിന്നെയുള്ളത്
പിന്നെ ആക്ച്വലി ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരിതാണ് സർക്കാരിന് വരുമാന നഷ്ടം. ഫീസ് തരാതിരുന്നാൽ TDS 10% കട്ട് ചെയ്തിട്ടാണ് അവർ ഫീസ് നമുക്ക് തരുന്നത്. ഇപ്പോൾ 2.38 കോടിയുടെ 10% കൂട്ടിയാൽ 24 ലക്ഷമായി. ഈ 24 ലക്ഷം ശരിക്കും സർക്കാരിലേക്ക് TDS ആയിട്ട് പോകേണ്ടതാണ്. പലരും GST അടക്കുന്നത്, ചിലരൊക്കെ GST അടക്കുന്നത് ഇത് കിട്ടിയതിന് ശേഷമാണ്. അപ്പോൾ ഫീസ് കിട്ടാതിരുന്നാൽ തീർച്ചയായിട്ടും GST-യുമായിട്ടും വരുമാനം സർക്കാരിന് നഷ്ടമായിരിക്കും. അപ്പോൾ ഇത് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്, പക്ഷേ അത് ചെയ്യുന്നില്ല. അതുപോലെ വേറൊരു പ്രധാനപ്പെട്ടതാണ് MSME-യിൽ ഒരു റിട്ടേൺ കൊടുക്കണം. അതായത് പിന്നെ ആനുവലി പിന്നെ എത്രയാണ് ഫീസ് പെൻഡിങ് ഉള്ളത്, ഇത് 3 times ദി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റ് അടക്കാതെ കാണിച്ചിട്ട് അവരുടെ ബാലൻസ് ഷീറ്റിൽ ഇത് കാണിക്കണം. ഇതുവരെ അവർ കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് 6 മാസം കൂടുമ്പോൾ MSME ആക്ട് പ്രകാരം 6 മാസം കൂടുമ്പോൾ ഇതിന് റിട്ടേൺ കൊടുക്കണം. എത്ര പേരുടെ ഫീസ് പെൻഡിങ് ഉണ്ട്, അതിന് കാരണം എന്താണ് എന്ന് MSME ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് റിട്ടേൺ കൊടുക്കണം. അതവർ കൊടുക്കുന്നേയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത് കൃത്യമായ തീരുമാനം ഉണ്ടാവണം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടും അവർക്കത് ചെവിക്കൊണ്ടതായി കാണുന്നില്ല. ഈ കാര്യത്തിൽ നമ്മൾ MSME ഡിപ്പാർട്ട്മെൻറ്റിലും പരാതി കൊടുത്തിട്ടുണ്ട്. RBIക്കും ഇതിൻ്റെ കോപ്പി പോയിട്ടുണ്ട് ഈ പരാതിയുടെ. ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ നടപടി എടുക്കണമെന്നാണ് നമ്മുടെ വിനീതമായ അഭ്യർത്ഥന. പ്രതിസന്ധി പറഞ്ഞാൽ സ്റ്റാഫിന് ആ VVM അലോക്കേറ്റ് ചെയ്തില്ലെങ്കിൽ കൊടുത്ത ഫീസ് എവിടെയാണെന്ന് അറിയില്ല. ആ ഫീസ് എവിടെ പോയി, എവിടെയെങ്കിലും ഇവിടെ മൂലക്കിടും. അപ്പോൾ അതിനകത്തൂടെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി അതിൻ്റെ അക്കൗണ്ട് അവിടെ കൃത്യമായി കിട്ടും. ഇപ്പോഴെന്താ പറഞ്ഞു വെച്ചാൽ പഴയ ഫീസിൻ്റെ കാര്യത്തിൽ അവർ പറയുന്നത് എവിടെ പോയി അറിയില്ല, ബില്ല് എവിടെ പോയി അറിയില്ല. അപ്പോൾ ആ ഒരു സിസ്റ്റം വരില്ല. സോഫ്റ്റ്വെയർ അലോക്കേറ്റ് ചെയ്യുകയും സോഫ്റ്റ്വെയർ ബില്ല് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കൺഫ്യൂഷൻ ആർക്കും ഉണ്ടാവില്ല. കാരണം അതവിടെ കൃത്യമായി കിടക്കും. ഒന്നുമില്ല, ഇല്ല. ഇപ്പോൾ അക്കൗണ്ടിൽ അവർ എടുക്കുന്നില്ല. ശരിക്കും SBIയുടെ ബാലൻസ് ഷീറ്റിൽ SBIയുടെ അക്കൗണ്ടിൽ അത് കാണേണ്ടതാണ്. കാരണം ഇതൊരു ചിലവല്ലേ. കാരണം ബാങ്കിൻ്റെ പേരിലാണ് നമ്മൾ ബില്ല് കൊടുക്കുന്നത്, ബാങ്കിൻ്റെ പേരിലാണ് നമ്മൾ GST അടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ചിലവാണ്. SBI സംബന്ധിച്ചിടത്തോളം ആ ചിലവ് SBIയുടെ അക്കൗണ്ടിൽ കാണേണ്ടതല്ലേ. എത്ര വാല്യൂഷന് വേണ്ടി ചിലവായി, വാല്യൂഷന് വേണ്ടി എത്ര ചിലവായി, ഇത് SBIക്ക് പറയണമെങ്കിൽ ആ വാല്യൂഷൻ ഫീസ് SBIയുടെ അക്കൗണ്ട് കാണണം. അത് കസ്റ്റമറായിട്ട് ബന്ധമില്ല. കാരണം കസ്റ്റമറുടെ ലോൺ സാങ്ഷൻ ചെയ്യുന്നത് ചിലപ്പോൾ 2-3 മാസം കഴിഞ്ഞിട്ടാണ്. അതുവരെ ആ ബില്ല് ഹാങ്ങിങ് ആയി കിടക്കുകയാണ്. പിന്നെയാണ് അവർ കസ്റ്റമർക്ക് പിന്നെ അത് ചെയ്തുകൊണ്ട് പിന്നെ കസ്റ്റമർ ഡെബിറ്റ് കൊണ്ട് നമുക്ക് ക്രെഡിറ്റ് ആക്കി തരുന്നത്. പക്ഷേ SBIയുടെ അക്കൗണ്ടിൽ ഡെബിറ്റായി വരേണ്ടതാണ് വളരെ എഗെയിൻസ്റ്റ്. എന്തായാലും നിരവധി ആരോപണങ്ങളാണ് ടെക്നിക്കൽ വാല്യുവേഴ്സ് അസോസിയേഷൻ നിലവിലിപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ കൃത്യമായ നടപടി ഒന്നും തന്നെ ഇതുവരെയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇതിനു മുൻപും സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നു. എന്നാൽ യാതൊരുവിധ ഉപകാരവും ഉണ്ടായിട്ടില്ല. ഇതിനെ തുടർന്ന് വരും ദിവസങ്ങളിലും ഈ ഒരു വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നു എന്നാണ് അവർ നമ്മളോട് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.